കുട്ടികൾക്ക് മാനസികമായിട്ടുള്ള വളർച്ച ഇപ്പോൾ വളരെ കുറവാണ്. ഒരുപാട് കുട്ടികൾ പല അഡിക്ഷൻ, ഇപ്പം രാഘവേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലഹരി മരുന്നിൽ അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അതേപോലെ തന്നെയാണ് ഒരുപാട് സമയം വീഡിയോസ് കണ്ട്, റീൽസ് കണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് കണ്ട് സമയം കളയുന്നത്. ആ സമയത്ത് കൊണ്ട് വേറെ എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഗെയിംസ്, ഒരുപാട് ടൈം ഗെയിംസ് കളിച്ച് വെറുതെ സമയം കളയുന്ന കുട്ടികളുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കൂടുതൽ സമയം കളയുന്നതിന് പകരം രക്ഷിതാക്കൾ അവർ നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർക്ക് ഗെയിംസ് കൊടുക്കുന്നതൊക്കെ. പക്ഷേ ഈ സമയം അത്രയും നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ് സമയം. അതിങ്ങനെ ഓരോ നിമിഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതനുസരിച്ച് നമ്മളുടെ കുട്ടികൾ അത്രയും കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു നിമിഷം പോലും വെറുതെ കളയാതെ, എപ്പോഴെങ്കിലും ഒരു സിനിമ കാണുന്നതോ എപ്പോഴെങ്കിലും ഒരു ഇപ്പം ഗെയിം കളിക്കുന്നതോ അല്ല ഞാൻ പറഞ്ഞത്. സ്ഥിരമായിട്ട് വെറുതെ ഒരു ദിവസത്തിലും മിക്ക സമയവും ഇങ്ങനെ ഗെയിംസ് കളിച്ചിട്ടും സിനിമ കണ്ടിട്ടും വീഡിയോസ് കണ്ടിട്ടും സമയം കളയുന്നതിന് പകരം, അല്ലെങ്കിൽ ഇങ്ങനെ അവരുടേതായിട്ടുള്ള കഴിവുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റാതെ ലഹരിയിൽ അടിമപ്പെട്ടുകൊണ്ട് സ്വന്തത്തിനെ പറ്റി തിരിച്ചറിയാൻ പറ്റാതെ ജീവിക്കുന്നതിന് പകരം സ്വയത്തെ തിരിച്ചറിയാനും ആ കഴിവുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലൈഫിൽ എവിടെയെങ്കിലും എത്തിപ്പെടാനുള്ള ഗോൾസ് സെറ്റ് ചെയ്യാൻ പഠിപ്പിക്കണം എല്ലാ കുട്ടികൾക്കും. ചെറുപ്പത്തിലെ അവരെ കൊണ്ട് എഴുതി വെപ്പിക്കുന്ന സമയത്ത് അവർക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഓരോ സമയത്തും പറയുന്ന രീതിയിലല്ല, സംസാരിക്കുന്നതിനെക്കാട്ടിലും നമ്മളുടെ കാണാനും കേൾക്കാനും ശ്വസിക്കാനും രുചിക്കാനും അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ കഴിവുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലൈഫിൽ ഓരോ കാര്യങ്ങളിലേക്ക് അവരെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. അതേപോലെ എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും, ഇപ്പോൾ കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ, ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും സാഹചര്യങ്ങൾ കൊണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാവരുടെ ഉള്ളിലും നമ്മളെ സൃഷ്ടാവിനെയും എല്ലാ മനുഷ്യന്മാർക്കും 800 കോടി ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ഈ 800 കോടി ജനങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള വിരലടയാളങ്ങളും കൃഷ്ണമണിയും DNA ഒക്കെ കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ എല്ലാ മനുഷ്യന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ മാത്രമാണ് ലൈഫിൽ എവിടെയെങ്കിലും എത്തിപ്പെടുന്നത്. എനിക്കതൊന്നും കഴിയില്ല, എനിക്ക് അങ്ങനെയുള്ള കഴിവുകളൊന്നുമില്ല, ഇവനെത്ര മാർക്ക് വാങ്ങുന്നുണ്ട്, ഇവനെത്ര പാടുന്നുണ്ട്. പക്ഷെ അങ്ങനെ മറ്റുള്ളവരിലേക്ക് നോക്കുന്നതിന് പകരം സ്വയത്തെ പറ്റി ഒന്ന് ചിന്തിക്കാനും സെൽഫ് അനലൈസേഷൻ നടത്തിയിട്ട് അവരുടേതായിട്ടുള്ള കഴിവുകൾ ഉപയോഗപ്പെടുത്തി എവിടെയെങ്കിലും എത്തിപ്പെടാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഇന്ന് എല്ലാവരും പോയിട്ടൊന്ന് എഴുതി നോക്കുക, എനിക്ക് എന്തൊക്കെ ആയിത്തീരാൻ പറ്റും, എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്. അത് പേരൻസുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പേരൻസിന് കുറച്ചുകൂടെ മനസ്സിലാവും, ഈ നന്നായിട്ട് വരയ്ക്കാറുണ്ടല്ലോ, പാട്ട് പാടാറുണ്ടല്ലോ. ആ സമയത്ത് ഞാൻ പറഞ്ഞ ഫുൾ ടൈം പാട്ടിലേക്ക് വിടണമെന്നല്ല, നമ്മളെ ബേസിക് എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്ക് അവർക്കൊരു ഐഡിയ കിട്ടണം, ഞാൻ ഏത് മേഖലയിൽ പോയാലാണ് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. കാരണം ആരെങ്കിലും ചെയ്യുന്നത് കണ്ട് ഏതെങ്കിലും ജോലിയോ പ്രൊഫഷനോ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് സ്റ്റേജ് വരെ അവർക്ക് വളരാൻ പറ്റും. ഒരു സ്ഥിരമായിട്ടുള്ള ഒരേ വരുമാനത്തിൽ അങ്ങനെ നിൽക്കും, അവർക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. പക്ഷേ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു മേഖലയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവർ എല്ലാ സമയവും അവരതിനു വേണ്ടി സമയം ചെലവഴിക്കുകയും പഠിക്കുകയും ഒരുപാട് ഹയർ ഗ്രോത്തിലേക്ക് എത്തിപ്പെടാനും പറ്റും. അപ്പോൾ എല്ലാ പേരൻസും ഇങ്ങനെയുള്ള ഓരോരുത്തരെ കുട്ടികളുടെ കഴിവുകൾ കാര്യങ്ങൾ ഒന്നും കൂടെ മനസ്സിരുത്തി ശ്രദ്ധിക്കാൻ ശ്രമിക്കുക, അത് നോട്ട് ചെയ്ത് വെപ്പിക്കുക. അതേപോലെ ഇങ്ങനെ അടുത്ത ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ആദരം വരുന്ന സമയത്ത് പല മേഖലയിൽ, ഇപ്പം പരീക്ഷയിൽ